നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വർദ്ധിപ്പിച്ച് 4% ക്ഷാമബദ്ധ നാളെ മുതൽ നൽകും. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ നവംബർ 20 മുതൽ വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമെന്ന് കോൺഗ്രസും BJPയും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപകൽ സമരം നാളെ അവസാനിപ്പിക്കും. ജില്ലാതലങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നാളെ. തട്ടിപ്പെന്ന് പ്രതിപക്ഷം. സർക്കാർ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്നുവെന്ന് VD സതീശൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നല്ല, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തെന്നാണ് അവകാശവാദമെന്ന് മന്ത്രി MB രാജേഷ്. AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി KN ബാലഗോപാൽ. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന മന്ത്രിസഭാ തീരുമാനം ഉടൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. മരവിപ്പിക്കൽ കത്തിന്റെ കരട് തയ്യാറായി. ഒപ്പുവെച്ചതിൽ വ്യക്തത വരുത്താൻ ഉപസമിതി പരിശോധിക്കും. തർക്കം മയപ്പെടുത്തു CPIയും CPMും. കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് MA ബേബി. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെടുത്ത SIT. പിടിച്ചെടുത്തത് 1998-99 വിജയമല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിനെ കുറിച്ചുള്ള രേഖകൾ. നടപടി അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും രേഖകൾ കൈമാറാത്ത സാഹചര്യത്തിൽ മുരാരി ബാബു കോടതി റിമാൻഡിൽ. SIT കസ്റ്റഡിയിൽ വാങ്ങിയില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ ശക്തമായ മറുപടി ലോകത്തിനു കാണിച്ചു കൊടുത്തു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീർ ഇന്ത്യയോട് ചേരുന്നതിനെ എതിർത്തത് നെഹ്റു എന്ന് വിമർശനം. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിച്ച് രാജ്യം. ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും അമേരിക്കയും. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം T20യിൽ ഇന്ത്യക്ക് തോൽവി. ഓസീസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഓൾ ഔട്ടായത് 125 റൺസിന്. 8 ബാറ്റർമാർ 2 അക്കം കാണാതെ പുറത്തായി. പിടിച്ചു നിന്നത് 68 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയും 38 റൺസ് എടുത്ത ഹർഷ് റാണയും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന 18% ക്ഷാമബദ്ധ 22% ഉയർന്നു. വർദ്ധിപ്പിച്ച ക്ഷാമബദ്ധ ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കും. സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ നവംബർ 20 മുതൽ വിതരണം ചെയ്തു തുടങ്ങും. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 4% ഉയർത്തിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നവംബർ മാസത്തിൽ ലഭിക്കും. അതേസമയം ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതിന്റെ 13% കുടിശ്ശിക തീർപ്പാക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. നവംബർ മാസത്തിൽ 4% DA വർദ്ധിപ്പിക്കുന്നതോടെ 23,000 രൂപ അടിസ്ഥാന ശമ്പളക്കാരുടെ DA 22%. അതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ DA ഇനത്തിൽ 5,060 രൂപ കൂടി ചേർന്ന് വർധനവുണ്ടാകും. 23,000 രൂപ അടിസ്ഥാന ശമ്പളക്കാർക്ക് 920 രൂപയുടെ വർധനവാണ് അധികമായി ലഭിക്കുക. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ 3,600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും. വർദ്ധിപ്പിച്ച 2,000 രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം നേരത്തെ ഉണ്ടായ കുടിശ്ശിക 1,600 രൂപ കൂടി നൽകുകയാണ്. വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് 1,042 കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയും അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ നേരത്തെയുണ്ടായിരുന്ന 18% ക്ഷാമബദ്ധ 22% ഉയർന്നു. വർദ്ധിപ്പിച്ച ക്ഷാമബദ്ധ ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ നവംബർ 20 മുതൽ വിതരണം ചെയ്തു തുടങ്ങും. ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ നവംബർ മുതൽ നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ലോട്ടറി അടിച്ചിട്ടല്ല സർക്കാർ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണണമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആശമാർ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സമരം കൊണ്ടല്ല ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിനി ഒരു കുടിശ്ശിക കൊടുക്കാറുണ്ട്, 1,600 രൂപ. കേരളത്തിലെ എല്ലാവർക്കും, അത് UDF LDFും BJP അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ മാസം തന്നെ കൊടുക്കുന്നത്. ഇവിടെ വെച്ചാണ് പറയുന്നത്. 1,600 രൂപ അതും 2,000 രൂപ ഈ പുതിയ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ചേർത്ത് 3,600 രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും. സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും. അപ്പോൾ ഇത് പറഞ്ഞത് വെറുതെ അല്ല, കൊടുക്കാൻ തന്നെയാണ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്.
DA കൊടുക്കുന്നതും സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അതിനകത്ത് ഈ പേപ്പർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇന്നലെ സൈൻ ചെയ്ത കാര്യങ്ങൾ പോയി ക്യാബിനറ്റ് തീരുമാനം വന്നിട്ട് അതും ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതേസമയം നമുക്ക് നേരെ ഈ ഓരോ കാര്യങ്ങളിലും തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെ തന്നെ തടസ്സം ഉണ്ടാക്കാനും കേസിനൊക്കെ പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് വേറെ നിൽക്കട്ടെ, പക്ഷേ ഇത് കൊടുക്കാൻ പറ്റും. ഈ 10,000 കോടി രൂപയോളം വേണം ഈ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ഇതിന്. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്ന വളരെ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രിയും പറയുന്നു, മിനിസ്റ്ററും പറയുന്നു. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വലിയൊരു പിന്തുണ സർക്കാരിന് ഉണ്ടാകുന്നതിൻ്റെ ഭയത്തിൽ നിന്നാണോ ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഇതിനെതിരെ പറയുന്നത്? അവർ പറയുന്നത് അടുത്ത സർക്കാരിൻ്റെ തലയിലാവും, ഇതൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ആത്മവിശ്വാസത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നല്ല ഞാനും പറഞ്ഞു, ഇത് സംബന്ധിച്ച് ചുമ്മാതെ ഒരു മാജിക്ക് പോലെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ലോട്ടറി എടുത്തിട്ട് പ്രഖ്യാപനം നടത്തുന്നതല്ല. തമാശയ്ക്ക് വേണം, ഇത് ലോട്ടറി വല്ലതും അടിച്ചോ സർക്കാരിന്? അങ്ങനല്ല, കൃത്യമായ ഒരു കണക്കും കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിനുള്ളൊരു പരിപാടി ആലോചിച്ച് വിശദമായി നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മേളിൽ ഈ ബർഡൻ ഉണ്ടാക്കാനാണെന്ന് ഇവർ പറയുന്നല്ലോ. അങ്ങനെ സാധാരണഗതി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ലാസ്റ്റിലെ മന്തിലാണ് പറയുന്നതെങ്കിൽ 2 മാസം മുമ്പ് പറയുന്നത് പറയും, 2-3 മാസത്തേക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ 6 മാസത്തെ ഉത്തരവാദിത്തമാണ് കൊടുക്കുന്നത്. 1 വർഷത്തിൽ കൊടുക്കേണ്ടതിന് 6 മാസത്തെ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. 6 മാസം കൊടുക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് ആൾക്ക് ബോധ്യപ്പെടുമല്ലോ. നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലിയുടെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപകൽ സമരം അവസാനിപ്പിക്കുന്നു. രാപകൽ സമരം വിജയമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. 21,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം തുടരും. 2025 ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിനാണ് 265 ദിവസങ്ങൾക്ക് ശേഷം സമാപനമാകുന്നത്. നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലിയോടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കും. അതേസമയം 21,000 രൂപ ഓണറേറിയം ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാതലത്തിൽ സമരം ശക്തമാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. ആശാവർക്കർമാരുടെ വിഷയം പഠിക്കാൻ ഈ സമരത്തെ തുടർന്ന് സർക്കാർ തയ്യാറായി. ഓണറേറിയം വർധനവ് പ്രഖ്യാപിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് CITU അതിലൂടെ അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമര രൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാപ്പകൽ സമരത്തിന്റെ വാർഷിക ദിനമായ 2026 ഫെബ്രുവരി 10 ആശാ വർക്കർമാരുടെ മഹാസമ്മേളനം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലേക്കിറങ്ങിയ സ്ത്രീകളുടെ വിജയമാണ് ഇത്. 265 ദിവസമാണ് ഇവർ തെരുവിൽ സമരം ഇടുന്നത്. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാവർക്കർമാർ പ്രതിപക്ഷ പിന്തുണയോടെ സമരം തുടരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സമരം അവസാനിപ്പിക്കുകയല്ല, സമരരീതി മാറ്റുക മാത്രമാണ് ചെയ്തത്. സർക്കാർ പ്രഖ്യാപനം അപര്യാപ്തമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് തീർത്തും അപര്യാപ്തമാണ്. ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല. സമരത്തിൻ്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട്. അവരാലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി മന്ത്രി MB രാജേഷ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് സർക്കാർ അവകാശമെന്നും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യ മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം വിശദമായ മാർഗരേഖ പുറത്തിറക്കി നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനെതിരെ ഉയർന്ന വിദഗ്ധരുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ്
ആശങ്കയും എതിർപ്പും ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. 23 പേരാണ് കത്തിൽ ഒപ്പിട്ടിരുന്നത്. കൃത്യമായ കണക്കുകളോ ഡേറ്റയോ പഠന റിപ്പോർട്ടോ ഇല്ലാതെയാണ് പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുന്നതെന്നായിരുന്നു ഇവരുടെ ആരോപണം. അതേസമയം വിദഗ്ധരുടെ പരാതികൾക്ക് വിശദീകരണവുമായി മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. സർക്കാർ ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ലെന്നും കൃത്യമായ മാർഗരേഖയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയതെന്നും മന്ത്രി വിശദീകരിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദമെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ലെന്നും വിദഗ്ധരുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണോ എന്ന് സംശയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി. 19 പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് കാണുന്നത്. ഈ ചോദ്യങ്ങളിൽ മുഴുവൻ കാണുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. കള്ളക്കണക്ക് കൊണ്ടാണ്, സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം. സർക്കാർ അതിൽ നിന്ന് പിന്മാറും. തെറ്റാണത്. കേരളത്തിൽ അതീവ ദരിദ്രരും പരമദരിദ്രരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളമുണ്ട്. അതിദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങൾ പുറത്തു വന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഫലമായാണെന്നും ക്രെഡിറ്റ് മുഖ്യമന്ത്രി എടുത്തുകൊള്ളട്ടെ എന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇന്ന് ഇന്ത്യയിൽ നോക്കിയാൽ 3 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ. കേരളത്തിൽ ഒരു 8-10 ലക്ഷം ജനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അതല്ല ഞാൻ പറയേണ്ടത്. അതേസമയം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തിരുവനന്തപുരത്ത് പൂർത്തിയായി കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റ് എന്ന മന്ത്രി KN ബാലഗോപാൽ. ഇങ്ങനെയൊരു പദ്ധതി UDF സർക്കാർ നടപ്പാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാലും അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലതാണ്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നത് ഇപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമം നടക്കുന്നത്. ഞങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭയിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ, മന്ത്രിമാരുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ചൊരു സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തത്. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. അന്ന് MV ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. അതിനുശേഷം ശ്രീ MB രാജേഷ് വന്നു. ഈ സമയത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ തന്നെ പ്രത്യേക പ്രൊവിഷൻ വെച്ചു. അതിദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിലയിരുത്തൽ തന്നെ പിന്നെ കേരളത്തിൻ്റെ രീതി സങ്കീർണമാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായുള്ള മന്ത്രിസഭാ തീരുമാനം ഇന്നോ നാളെയോ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. മരവിപ്പിക്കൽ കത്തിന്റെ കരട് തയ്യാറായി. മുഖ്യമന്ത്രി കണ്ട ശേഷമാകും കത്തയക്കുക. ചീഫ് സെക്രട്ടറിയാണ് പദ്ധതി നിർത്തിവെച്ച വിവരം കേന്ദ്രത്തെ അറിയിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടില്ലെന്നും ഉപസമിതി ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി. നിലവിൽ ഉപസമിതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇടതു നേതാക്കന്മാരുടെ പരാമർശത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്നും ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ വരാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി അതിൽ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിക്കും. എല്ലാം ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ്, ഐക്യത്തോടു കൂടിയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ പരിശ്രമിക്കേണ്ട, അത് നടക്കില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചത് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി വിശദമായി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. CPI നേതാക്കൾ നടത്തിയ പരാമർശങ്ങളിൽ പ്രസക്തിയില്ല. തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. CPI സഖാക്കൾ സഹോദരന്മാരെ പോലെയാണെന്നും MA ബേബി പറഞ്ഞു. ഈ MOUവിൽ വ്യക്തത വരുത്താൻ വേണ്ടി ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ്. ക്യാബിനറ്റ് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട്
യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാം ഉറ്റ സുഹൃത്തുക്കളാണ്. എനിക്കാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ സൗഹൃദമുണ്ട്. പക്ഷേ CPIയിൽ സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ്. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വീണ് വായിൽ നിന്ന് അതിന് ആ അർത്ഥമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവർക്കും എനിക്കും കഴിയും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം കാപ്പട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കാവിപ്പണം വേണ്ടെന്ന് സർക്കാർ പറയട്ടെ, ഒപ്പിട്ട പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ അതിന് കടലാസിന്റെ വിലയാണുള്ളതെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ഈ ഫണ്ടിന്, അതായത് രൂപയുടെ കളറെല്ലാം ഒന്ന് തന്നെയല്ലേ, അതിന് കാവി കളറല്ല നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവി കളറ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ലോകം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ NEP നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് 2023 ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസാണ്, അതായത് NEP അല്ല, ആഗോള സിലബസാണ്, അതിങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികൾ വരേണ്ടതിന് വേണ്ടിയാണെന്നാണ്. നമുക്കറിയാം ഈ 4 ഇയർ കോഴ്സ്, അതായത് ഈ ഡിഗ്രിയുടെ 4 ഇയർ കോഴ്സ് ഓണേഴ്സ്, അത് നമ്മുടെ NEPയുടെ ഭാഗമാണ്. കാർഷിക സർവകലാശാല ഫീസ് വർധന നാളെ പരിഹരിക്കുമെന്ന് മന്ത്രി P. പ്രസാദ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും പഠനം നിർത്തേണ്ടി വരില്ല. ഫീസ് വർധന സർക്കാരിന്റെ തീരുമാനമല്ല, സർവകലാശാലയാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഫീസിന്റെ വർധനവിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നടപ്പിലാവില്ല. നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഞാൻ നേരത്തെ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. പിന്നെ ചില കേസും എല്ലാം കൂടി വന്നപ്പോഴാണ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ല. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെടുത്തു. 1998-99 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിനെക്കുറിച്ചുള്ള രേഖകളാണ് SIT പിടിച്ചെടുത്തത്. അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും രേഖകൾ കൈമാറിയിരുന്നില്ല. അതേസമയം കേസിൽ പിടിയിലായ മുരാരി ബാബുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നുമാണ് വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയത്. 420 പേജുകളാണ് ഇതിനുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരെ സാക്ഷിയാക്കിക്കൊണ്ട് റെക്കോർഡ് റൂമുകളിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകൾ ലഭിച്ചത്. 1998-99 കാലയളവിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവും വിവരങ്ങളും അടങ്ങിയ രേഖകളാണ് പിടിച്ചെടുത്തത്. എത്രമാത്രം സ്വർണം കാണാതായിട്ടുണ്ടെന്നുറപ്പിക്കാൻ ഈ രേഖകൾ നിർണായകമാണ്. നിരവധി തവണ പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പഴയതായതിനാൽ എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നു എന്നായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇതോടെയാണ് അന്വേഷണ സംഘം നേരിട്ട് പരിശോധനയ്ക്ക് എത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ പിടിയിലായ മുരാരി ബാബുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്നും ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും SIT കോടതിയെ അറിയിച്ചിരുന്നു. നവംബർ 13 വരെയാണ് റിമാൻഡ് കാലാവധി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCCക്ക് പുതിയ കോർ കമ്മിറ്റി 17 അംഗ കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത്. ദീപാദാസ് മുൻഷിയാണ് കമ്മിറ്റിയുടെ കൺവീനർ. AK ആന്റണി, ഷാനിമോൾ ഉസ്മാൻ, ശശി തരൂർ, രമേശ് ചെന്നിത്തല, K സുധാകരൻ എന്നിവരും കമ്മിറ്റിയിലുണ്ട്. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിലാണ് പുതിയ കോർ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് പുതിയ കോർ കമ്മിറ്റിയെ AICC നേതൃത്വം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല കമ്മിറ്റിക്കാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ KPCCയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത്. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഏകതാ നഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വിപുലമായ പരേഡും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്നും മോദി പറഞ്ഞു. പട്ടേലിനെ ഇതിഹാസമായി നിലനിർത്താൻ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ഏകതാ ദിനത്തിൽ ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലുള്ള ഏകതാ പ്രതിമയിൽ സർദാർ വല്ലഭായ് പട്ടേലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. സർദാർ പട്ടേലിന്റെ ജീവിതത്തെ വിവരിക്കുകയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു വീഡിയോ പ്രധാനമന്ത്രി പങ്കുവച്ചു. ഐക്യത്തിന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
ഏകതാ നഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് ദിന മാതൃകയിലുള്ള പരേഡ്, വ്യോമാഭ്യാസ പ്രകടനങ്ങൾ, ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും പ്രതിഫലിക്കുന്ന കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. കേന്ദ്ര സായുധ സേനകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 16 കണ്ടീജന്റുകളും നിശ്ചല ദൃശ്യങ്ങളും പരിപാടിക്ക് മിഴിവേകി. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക സംഘങ്ങളുടെ പരിപാടികളും പരമ്പരാഗത പരിപാടികളും ഉണ്ടായിരുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ ആഞ്ഞടിച്ചു. കശ്മീർ ഇന്ത്യയോട് ചേരുന്നതിനെ എതിർത്തത് നെഹ്റുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു. पूरे कश्मीर का विलय हो, लेकिन नेहरू जी ने उनकी वो इच्छा पूरी नहीं होने दी. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ ഡൽഹിയിൽ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ഡെസ്ക് അമൃത TV. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരമർപ്പിച്ച രാജ്യം. ഡൽഹിയിൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിന അനുസ്മരണത്തിന്റെ ഭാഗമായും സർദാർ വല്ലഭഭായ് പട്ടേലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനത്തോടുമനുബന്ധിച്ച് KPCC ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, K മുരളീധരൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും US-ഉം തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിരോധ കരാർ. ക്വാലാലംപൂരിൽ നടക്കുന്ന ASEAN പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത്. ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തൽ, പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണം, സാങ്കേതിക വിദ്യാ കൈമാറ്റം എന്നീ കാര്യങ്ങളും കരാറിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഡ്രോണുകളിലും AI അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങളിലും ഉള്ള സംയുക്ത ഗവേഷണം, വികസനം എന്നിവയും ഉറപ്പുവരുത്തും. ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം മുമ്പൊരിക്കലും ഇത്രത്തോളം ശക്തമായിരുന്നില്ല എന്ന് പീറ്റ് ഹെഗ്സെറ്റ് ട്വീറ്റ് ചെയ്തു. തെരുവുനായ പ്രശ്നത്തിൽ വീണ്ടും കർശന നിർദ്ദേശവുമായി സുപ്രീംകോടതി. ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്ന് വീണ്ടും നിർദ്ദേശിച്ചു. തെരുവുനായ പ്രശ്നത്തിൽ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്നും കോടതി ചോദിച്ചു. അന്വേഷണ ഏജൻസികൾക്കെതിരെ സുപ്രീംകോടതി. കേസുകളിൽ കക്ഷികളുടെ വിവരങ്ങൾ തേടി അഭിഭാഷകർക്ക് സമൻസ് അയക്കരുതെന്ന് ED അടക്കമുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ കോടതികൾ വഴി വിവരം തേടാമെന്നും കോടതി അറിയിച്ചു. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ അഭിഭാഷകരെ വിളിച്ചു വരുത്താവൂ എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കൂട്ടിച്ചേർത്തു. സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് കോടതി നിർദ്ദേശം. എറണാകുളം പുത്തൻവേലിക്കരയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടു. അസം സ്വദേശി പരിമൾ സാഹുവിന്റെ വധശിക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. 2018 മാർച്ച് 19 പുത്തൻവേലിക്കര സ്വദേശിനി മോളി പടയാട്ടിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഇവരുടെ വീടിന്റെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്നയാളായിരുന്നു പരിമൾ സാഹു. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ ആൾ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും എതിർത്തപ്പോൾ കൊലപ്പെടുത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. വടക്കൻ പറവൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് 2021 മാർച്ച് 8 പരിമൾ സാഹുവിനെ വധശിക്ഷ വിധിച്ചത്. ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. കൊട്ടാരക്കര കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാക്കിയ പോക്സോ കേസ് പ്രതി ചാടിപ്പോയി. ഇളമാട് സ്വദേശി അബിൻ ദേവാണ് കോടതിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. 2022 പോക്സോ കേസിലെ പ്രതിയാണ് ഇയാൾ. അബിൻ ദേവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. വിചാരണ നടക്കുന്നതിനാൽ കോടതിയിൽ ഹാജരായതായിരുന്നു. ജാമ്യത്തിൽ കഴിയുന്നതിനാൽ കോടതിയിൽ നിന്ന് ഓടിപ്പോയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചിറങ്ങി ഞാൻ എവിടെ ഇരിക്കുമ്പോഴേ ഇത് 4-5 സ്റ്റെപ്പ് ചാടി ഇറങ്ങുന്നു. അപ്പം ഞാൻ അവിടെ ഇന്നവരെ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഇറങ്ങിയോ കണ്ടോന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു ഇവർ ഇങ്ങനെ ചാടുന്ന കാര്യമല്ലോ, ഞാൻ പറഞ്ഞു അത് മേളിൽ നിന്ന് പ്രതിബന്ധം ആയിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ. അപ്പോൾ മേഡത്തിന്റെ പോലീസ് സ്റ്റേഷൻ അല്ലേ ഇത്? അല്ല, ഞങ്ങൾ മേളിൽ നിന്ന് പ്രതി 4-ാം നിലയിൽ നിന്ന് പ്രതി ഓടിയത്. അവളെ ഞാൻ അറിയുന്നില്ല, ഞാൻ താഴെ നിൽക്കുകയായിരുന്നു, എനിക്ക് ഓടിയോളൂ, അവർ ഉറങ്ങിയോണ്ട് ഞാൻ ഓടിയത് തിരിച്ചു കയറി. എനിക്ക് എപ്പോഴും മനസ്സിലായി ഓട്ടോ ഇവൻ കയറി കാണുമെന്ന്. ഞാൻ പറഞ്ഞു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ബസ്സിൽ കയറാൻ പറ്റില്ല. ഓപ്പറേഷൻ സൈബർ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചിയിൽ അറസ്റ്റിലായ സംഘത്തിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. അഭിഷേക്, ഹാഫിസ്, അൽത്താഫ് എന്നിവരാണ് തട്ടിപ്പ് പണം പിൻവലിക്കുന്നതിന് ഇടയിൽ അറസ്റ്റിലായത്. തൃക്കാക്കരയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് 3 പേരും. കഴിഞ്ഞ ദിവസം നടന്ന സൈ ഹണ്ടിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. മറ്റ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവർ പണം തട്ടിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനായി അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാണ് 3 പേരും വിദ്യാർത്ഥികളെ സമീപിച്ചത്. സ്വന്തം അക്കൗണ്ടിന്റെ ലിമിറ്റ് തീർന്നുവെന്നും പ്രതികൾ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപ 3 പേരും ചേർന്ന് കൈകാര്യം ചെയ്തിരുന്നതായി പോലീസ് വ്യക്തമാക്കി. അഭിഷേകിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഹാഫീസ് എന്നയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പുള്ളി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിന്ന് കുറേ പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഫ്രോഡ് നടത്തുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനോടൊപ്പം വേറെ ഒരാൾ കൂടെ, ഒരു അൽത്താഫ് എന്നയാളുണ്ട്, അയാൾ കൂടെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഭിഷേകിൻ്റെ അക്കൗണ്ട് ആൾറെഡി ഒരു 4 സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ തട്ടിപ്പുകളിൽ ആ അക്കൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ വിഡ്രോളുകൾ ചെയ്യുന്നത്, വേറെ അക്കൗണ്ടുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ പിടിക്കാനുണ്ട്, അറസ്റ്റ് ചെയ്യാനുണ്ട്. ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. ഇന്നലെ മാത്രം ഈ വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്തത് 6 ലക്ഷം രൂപയാണ്. പിടിയിലായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുന്നുണ്ട്. ക്യാമ്പസുകളിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വ്യാപകമാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഇതിനെതിരെ ബോധവൽക്കരണ പരിപാടികളും ആലോചനയിലുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർക്രീക്കിൽ സംയുക്ത സൈനികാഭ്യാസവുമായി ഇന്ത്യൻ സേനകൾ. 12 ദിവസത്തെ തൃശൂൽ സൈനികാഭ്യാസത്തിൽ 20,000-ലേറെ സൈനികരാണ് അണിനിരക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസം. കരനാവിക വ്യോമസേനകൾ പങ്കെടുക്കുന്ന 12 ദിവസത്തെ വമ്പൻ പ്രകടനം. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലാണ് തൃശൂൽ എന്ന സൈനികാഭ്യാസം നടത്തുന്നത്. ഗുജറാത്തിലെ സർക്രീക്ക് മുതൽ രാജസ്ഥാനിലെ ധാർ മരുഭൂമി വരെ 3 സേനകളും തങ്ങളുടെ ശക്തി തെളിയിക്കുകയാണ്. യുദ്ധവിമാനങ്ങളുമായി വ്യോമസേനയും പടക്കപ്പലുകളുമായി നാവികസേനയും പീരങ്കികളുമായി കരസേനയും തൃശൂലിന്റെ ഭാഗമാകും. വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കാൻ റഫാൽ, സുഖോയ് 30 യുദ്ധവിമാനങ്ങളുണ്ട്. നവംബർ 10 വരെയാണ് ഇന്ത്യയുടെ സൈനികാഭ്യാസം. സർക്രീക്കിൽ പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തിയതിനും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചതിനും പിന്നാലെയാണ് ഇന്ത്യയുടെ നിർണായക നീക്കം. സേനകളുടെ സംയുക്തമായ പ്രവർത്തനശേഷി, ഏകോപനം, സ്വയം പര്യാപ്തത, നൂതന ആശയങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഇന്ത്യയുടെ സൈനികാഭ്യാസത്തെ ആശങ്കയോടെയാണ് പാകിസ്ഥാൻ നോക്കിക്കാണുന്നത്. സൈനികാഭ്യാസം നടക്കുന്ന മേഖലകളിലൂടെയുള്ള വ്യോമപാതയിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രദേശത്ത് സേനാവിന്യാസവും കൂട്ടി. ന്യൂസ് ഡെസ്ക്, അമൃത TV. കൊച്ചി അമൃത ആശുപത്രിയിൽ ചൈൽഡ് ന്യൂറോളജി അവയർനെസ് ദിനം ആചരിച്ചു. കുട്ടികളിൽ കാണപ്പെടുന്ന ന്യൂറോളജിക്കൽ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക, രോഗികളും രക്ഷിതാക്കളും നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയൻ KP സ്വാഗത പ്രസംഗം നടത്തി. കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വൈശാഖാനന്ദ മസ്തിഷ്ക രോഗം എന്ത്, എങ്ങനെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന രോഗികളും അവരുടെ കുടുംബങ്ങളും അനുഭവങ്ങൾ പങ്കുവച്ചു. ഡോക്ടർ അസ്മി ഹബീബ നന്ദി പ്രകാശനം നടത്തി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സയൻസ് ഫെസ്റ്റ് ആരോഹൺ
അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫെസ്റ്റിൽ അമൃത ബാംഗ്ലൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 സ്കൂളുകളിൽ നിന്നായി 2500ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പ്രയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് സ്ഥാപകൻ ഡോക്ടർ HS നാഗരാജ ആരോഹണിന്റെ 12ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ P. മനോജ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ബാംഗ്ലൂർ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ EA ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ പ്രോജക്റ്റുകളുടെ പ്രദർശനവും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിൻലൻഡിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ ആയിരക്കണക്കിന് പേരാണ് അമ്മയെ കാണാൻ ഫിൻലൻഡ് നഗരമായ എസ്പോവിലെത്തിയത്. കാത്തിരുന്ന അവിസ്മരണീയ മുഹൂർത്തം. ആ നിമിഷത്തിൽ സ്നേഹവായ്പോടെ തങ്ങളുടെ ദേശീയ പതാക ഹൃദയത്തിന്റെ ആകൃതിയിൽ മുറിച്ച് അതുയർത്തിയായിരുന്നു ഫിൻലൻഡുകാർ അമ്മയെ സ്വാഗതം ചെയ്തത്. സ്നേഹം നിറഞ്ഞ പ്രണാമം ഏറ്റുവാങ്ങി അമ്മയും. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഫിൻലൻഡിലെ എസ്പോ നഗരത്തിൽ അമ്മയെത്തിയത്. ഫിന്നിഷ് പാർലമെന്റ് അംഗം വില്ലെ മെരിനൻ, ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ, എസ്പോ സിറ്റി ബോർഡ് ചെയർപേഴ്സൺ മെർവി കട്ടേനൻ, ഫിൻലൻഡ് ഇന്ത്യ സൊസൈറ്റി ചെയർപേഴ്സൺ ഷെഫാലി അറോറ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. ലോകസമാധാനത്തിനും ഭൂമിയുടെ സംരക്ഷണത്തിനും അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ അഭിപ്രായപ്പെട്ടു. This is a very important initiative that she's been working for last so many decades, and of course she has a big vision of uniting the world, one planet, one world. And I think this is what I also see in Finland, when everybody says that we need to protect the planet. And I think there is so much of resonance between her message of connecting the people and the Finnish way of connecting with the planet, with the nature. And thank you so much, Amma, for connecting your vision with the Finnish society. Thank you so much. ഫിൻലൻഡിലെ മക്കളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ അമ്മ ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. T20 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയെ 4 വിക്കറ്റിന് കീഴടക്കിയ ഓസ്ട്രേലിയ. ഇന്ത്യ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 13.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യയുടെ 8 ബാറ്റ്സ്മാൻമാരാണ് 2 അക്കം കാണാതെ പുറത്തായത്. പിടിച്ചു നിന്നത് 68 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയും 35 റൺസ് എടുത്ത ഹർഷ് ത്രാണയും മാത്രമാണ്. മിച്ചൽ മാർഷിന്റെയും ട്രാവിസ് ഹെഡിന്റെയും മികച്ച തുടക്കമാണ് ഓസീസിന് വിജയം സമ്മാനിച്ചത്. പിന്നീട് തുടരെ വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ തിരിച്ചടിച്ചുവെങ്കിലും വൈകിപ്പോയിരുന്നു. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് മുന്നിലെത്തി. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.